ബി.ജെ.പി. ദേശീയ നേതൃയോഗങ്ങൾക്ക് കോഴിക്കോട് തുടക്കമായി. ഉച്ചയ്ക്ക് ശേഷം ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരും. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി.വി. കുട്ടൻ ചേരുന്നു. കുട്ടൻ, എന്തൊക്കെയാണ് പ്രധാനമായും ഉറി സംഭവ വികാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ പ്രധാനമന്ത്രി അടക്കമെത്തുന്നു? എന്തൊക്കെയാണ് ദേശീയ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുന്ന വിവരങ്ങൾ? അജിംഷാദ്, ദേശീയ കൗൺസിലിനും ദേശീയ എക്സിക്യൂട്ടീവിനും മുന്നോടിയായി ബി.ജെ.പിയുടെ ദേശീയ നേതൃയോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കടവ് റിസോർട്ടിലാണ് യോഗം ചേരുന്നത്. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റന്നാൾ ദേശീയ കൗൺസിൽ അവതരിപ്പിക്കേണ്ട പ്രമേയങ്ങളുടെ രൂപം സംബന്ധിച്ചുള്ള ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം ചേരുന്നത്. അല്പസമയം മുമ്പ് ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പാകിസ്ഥാനിന് കടുത്ത രീതിയിലുള്ള മറുപടി ഇന്ത്യ നൽകും എന്ന നിലപാട് തന്നെയാണ് ബി.ജെ.പിക്കുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. കാശ്മീർ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് പാർട്ടി കാണുന്നത്. ഇക്കാര്യങ്ങൾ ദേശീയ കൗൺസിലും ദേശീയ എക്സിക്യൂട്ടീവിലും വളരെ സജീവമായി ചർച്ച ചെയ്യുമെന്നും ദേശീയ വക്താവ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കോഴിക്കോട് ദേശീയ കൗൺസിൽ നടക്കുന്ന ഘട്ടത്തിൽ ഉറിയിലെ ഭീകരാക്രമണം, അതുപോലെ തന്നെ പത്താൻകോട്ടുണ്ടായ ഭീകരാക്രമണം, അത്തരത്തിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ഈ യോഗത്തിൽ വളരെ സജീവമായ ചർച്ചാ വിഷയമാകും എന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ്. എന്നാൽ അത് ഏത് രൂപത്തിലായിരിക്കും എന്ന് സംബന്ധിച്ച് മാത്രമുള്ള ഒരു വ്യക്തത മാത്രമാണ് ഇനി വരാനുള്ളത്. ഈ പ്രമേയത്തിൽ രൂക്ഷമായ രീതിയിൽ കടന്നാക്രമിക്കുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ നയതന്ത്രപരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും ആ രീതിയിലാണോ നിലപാടെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. നേരത്തെ ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി റാം മാധവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കോഴിക്കോട്ട് എത്തി മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ ശക്തമായ രീതിയിൽ ഈ ആക്രമണങ്ങൾക്ക് ഇന്ത്യ തിരിച്ചടിക്കണം എന്ന അഭിപ്രായമാണ്. എന്നാൽ മറുഭാഗത്ത് മിതത്വം പാലിക്കുന്നവരുമുണ്ട്. നയപരമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും ഇന്നും നാളെയുമൊക്കെയായി നടക്കുന്ന നേതൃയോഗങ്ങളിൽ ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു തീരുമാനമുണ്ടാകും. ഇതിനനുസരിച്ചുള്ള പ്രമേയമായിരിക്കും മറ്റന്നാൾ നടക്കുന്ന ജനറൽ കൗൺസിൽ അവതരിപ്പിക്കുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട്ടേക്ക് എത്തിച്ചേരുന്നത്. അദ്ദേഹം നാളെ വൈകിട്ട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ മറ്റന്നാൾ ദേശീയ കൗൺസിലും അദ്ദേഹം മുഴുവൻ സമയവും പങ്കെടുക്കുന്നുണ്ട്. അതിലും അദ്ദേഹം ആ ദേശീയ കൗൺസിൽ യോഗവും പ്രധാനമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ രണ്ട് യോഗങ്ങളും, അതായത് പൊതുസമ്മേളനത്തിലും അതുപോലെ തന്നെ ദേശീയ കൗൺസിൽ യോഗത്തിലും പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന നിലപാടുകൾ, അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത് കാശ്മീർ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ് വളരെ നിർണായകമാവുക. അജിംഷാദ്, അതുപോലെ തന്നെ പി.വി. കുട്ടൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിട്ടുണ്ട് വലിയ കോടികൾ പൊടിപിടിച്ചുള്ള മാമാങ്കമാണ് ദേശീയ കൗൺസിലിന്റെ പേരിൽ ബി.ജെ.പി. നടത്തുന്നതെന്ന്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പോലും ഈ 3 ദിവസത്തേക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാർ, അവിടുത്തെ ഒരുക്കങ്ങളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പറയാമല്ലോ. അജിംഷാദ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട യോഗം തന്നെയാണ് ഇവിടെ ചേരുന്നത്. ദേശീയ നേതാക്കൾ, അതായത് പ്രധാനമന്ത്രിയും ബി.ജെ.പി. അധ്യക്ഷൻ അമിത്ഷായും കേന്ദ്രമന്ത്രിസഭയിലെ ബി.ജെ.പി. മന്ത്രിമാർ, അതുപോലെ തന്നെ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അവിടുത്തെ ഉപമുഖ്യമന്ത്രിമാർ, ബി.ജെ.പിയുടെ എം.പിമാർ തുടങ്ങി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏതാണ്ട് 1700-ലധികം നേതാക്കളാണ് ഈ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട്ടേക്ക് എത്തിച്ചേരുന്നത്. വളരെ തകൃതിയായ രീതിയിലാണ് ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം നടന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ യോഗം തീരുമാനിച്ചതും അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നതും. പ്രൗഢമായ രീതിയിൽ തന്നെ ഈ സമ്മേളനം നടത്താനുള്ള ഒരുക്കങ്ങളാണ് കോഴിക്കോട്ട് നടക്കുന്നത്. ഇന്നും നാളെയും കോഴിക്കോട് കടവ് റിസോർട്ടിലാണ് ദേശീയ നേതൃയോഗങ്ങൾ ചേരുക. നാളെ വൈകിട്ട് കടപ്പുറത്ത് നിരവധി പേർ, ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുമെന്നാണ് ബി.ജെ.പി. നേതൃത്വം അവകാശപ്പെടുന്നത്. മലബാർ ജില്ലകളിൽ നിന്ന് മാത്രം 10 ലക്ഷത്തോളം പേർ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. മറ്റന്നാൾ കോഴിക്കോട് സ്വപ്ന നഗരിയിൽ ഒരുക്കിയ പ്രത്യേക പന്തലിലാണ് ദേശീയ കൗൺസിൽ യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ 1700 പേർ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ദേശീയ കൗൺസിലിന് വേണ്ടി സ്വപ്ന നഗരിൽ പ്രത്യേക പന്തലും തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് കോഴിക്കോട്ട് ഈ കൗൺസിൽ സംബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. ഈ കൗൺസിൽ മീറ്റിംഗ് കേരളത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ബി.ജെ.പി. ഉണ്ടാക്കിയെടുത്ത പുതിയ ഘടകകക്ഷികൾ, പുതിയ പാർട്ടികളെ കൂട്ടി, BDJS ഉൾപ്പെടെയുള്ള പാർട്ടികൾ, വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പരീക്ഷണങ്ങൾ, ഇത് എത്രത്തോളം വിജയകരമായി എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഈ യോഗത്തിൽ നടക്കും. അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിലെ ബി.ജെ.പിക്കും ഈ യോഗം വളരെ നിർണായകമാണ്. അജിംഷാദ്, അങ്ങനെ തന്നെയാണ്. അതായത് പി.വി. കുട്ടൻ, ദീൻ ദയാൽ ഉപാധ്യായയുടെ ഒക്കെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സ്മരണയിൽ ആ വലിയ വൈകാരിക ഇതിലാണ് ബി.ജെ.പി.
BJP അവരുടെ ദേശീയ കൗൺസിൽ യോഗം ഇപ്പോൾ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് കോഴിക്കോട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ RSS BJPക്ക് മേൽ പിടിമുറുക്കുന്നത് അടക്കമുള്ളവ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കൂടി ഉള്ളിൽ വരില്ലേ? പ്രധാനമായും കേരളത്തെ സംബന്ധിച്ച് BDJS-ഉമായുള്ള സഖ്യം, RSS-മായി ബന്ധപ്പെട്ട് കെട്ടിയിറക്കപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്തുമായി ബന്ധപ്പെട്ട് കെട്ടിയിറക്കപ്പെട്ട അധ്യക്ഷൻ, ഇതിനോടുള്ള വിയോജിപ്പുകളൊക്കെ എത്ര കണ്ട് കൗൺസിൽ ചർച്ചയാകും? അജിംഷാദ്, ഇത് സംബന്ധിച്ച് അതായത് കേരളത്തിലെ പാർട്ടി നടത്തിയ പരീക്ഷണങ്ങൾ, BDJS അതുപോലെ തന്നെ CK ജാനു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇവരൊക്കെയായി ഉണ്ടാക്കിയ മുന്നണികൾ എത്രത്തോളം വിജയകരമായി എന്നത് സംബന്ധിച്ച ഒരു വിശകലനം ഈ യോഗങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് BDJS BJPയിൽ നിന്ന് അകലുന്നു എന്നുള്ള സൂചനകൾ പോലും പുറത്തു വരുന്നുണ്ട്. കാരണം അവർക്ക് രാഷ്ട്രീയപരമായി വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. UDF-നെയും LDF-നെയും പിണക്കിക്കൊണ്ട് ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ BJP-യുമായി കൂട്ടുകൂടിയതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ നഷ്ടങ്ങൾ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ BDJS-നും ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഫോർമുല ഉണ്ടാക്കുന്നതിന് വേണ്ടി BJP നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ BDJS BJP-യുടെ കൂടെ കൂടുന്ന ഘട്ടത്തിൽ അവർക്ക് പല തരത്തിലുള്ള ഓഫറുകൾ നൽകിയിരുന്നു. കേന്ദ്രത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെയുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങൾ കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ പെട്ടെന്ന് ഇത്തരമൊരു രാഷ്ട്രീയ പാർട്ടി തട്ടിക്കൂട്ടുകയും അത് NDA എന്ന രീതിയിലേക്കുള്ളൊരു മുന്നണിയായി BJP-യുമായി സഹകരിച്ചു പോകാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അതിനുശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും തന്നെ ഒരു മുന്നേറ്റം BDJS എന്ന രീതിയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സഖ്യത്തെക്കുറിച്ചുള്ള ഒരു പുനഃപരിശോധന